ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ചെറിയ കുറച്ച് തിരക്കിലുള്ളൊരു സമയമാണ്. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ്. ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്തു. അപ്പോൾ എൻ്റെ യാത്ര വീണ്ടും കുറച്ച് സമയം കൂടി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ എനിവേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായതേ കുറച്ച് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ എയർ അറേബ്യയിൽ ഇന്ത്യയിൽ കേരളത്തിലേക്കും മറ്റ് സിറ്റിയിലേക്കൊക്കെ വരാനുള്ള വൺ സൈഡ് ടിക്കറ്റ് 149 ദിറംസിന് കിട്ടുന്നുവെന്ന് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ കാറിനകത്തൊന്ന് കയറിക്കോട്ടെ, സമാധാനമായിട്ടിരുന്ന് പറയാം. പിന്നെ 149 ദിറംസിന് എയർ അറേബ്യ അങ്ങനെ ഒരു ഓഫർ ഇട്ടു. പ്രത്യേകിച്ചും നമ്മുടെ മലയാളികൾ മനസ്സിലാക്കാനുള്ള കാര്യം, GCC കൺട്രീസിൽ നിലവിൽ ജൂലൈ മാസം എന്ന് പറയുന്നത് സമ്മർ വെക്കേഷനാണ് അല്ലേ. സ്കൂൾ ക്ലോസ് ചെയ്യുന്ന സമയം, വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഒരുപാട് പേര് നാട്ടിൽ വരുന്ന സമയം പീക്ക് സീസണാണ്. ഈ ഒരു ടൈമിൽ ഈ 149 ദിർഹം എന്ന് പറയുമ്പം അറൗണ്ട് ഒരു 4000 INR വരും. ആ പൈസയ്ക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ഓഫർ ഇട്ടതിൻ്റെ പിന്നാലെ തന്നെ ജനങ്ങളെല്ലാവരും ഓൺലൈനിൽ കയറി നോക്കിയിട്ടൊന്നും പറയുന്നത്, അയ്യോ ഈ ഒരു റേറ്റിൽ അവൈലബിലിറ്റി കാണിക്കുന്നില്ല. എങ്ങനെയാണ് കാണിക്കുക? അതായത് ആ ഓഫർ ഇടുന്ന സമയത്തും കുറച്ച് എയർലി ആയിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് കുറഞ്ഞ ക്ലാസ്സിൽ സീറ്റ് കിട്ടുമെന്നുള്ളതല്ലാണ്ട് 149 ദിറംസിന് ഷാർജയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ UAE നിന്നോ മറ്റ് GCC കൺട്രീസിൽ നിന്നോ കേരളത്തിലെ എയർപോർട്ടിലേക്ക് വരാൻ പറ്റുന്ന ടൈപ്പ് ടിക്കറ്റ് കിട്ടത്തില്ല. പക്ഷേ ആ പറഞ്ഞതിലൊരു സത്യമുണ്ട്. അതായത് ഇപ്പോൾ GCC കൺട്രി, സപ്പോസ് ഇപ്പോൾ UAE നിൽക്കുന്ന ഒരാളിന് കുവൈറ്റിലേക്കോ ബഹ്റൈനിലോ ഖത്തറിലോ അവിടെ നിന്ന് അങ്ങോട്ട് മറ്റ് GCC കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യാൻ ചില ഡേറ്റിൽ, ഈ പറയുന്ന ജൂലൈ 14 മുതൽ സെപ്റ്റംബർ 30 വരെ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ഒരു റേറ്റ്, ഈ ഒരു ഓഫർ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ജൂൺ 6, അതായത് ഇപ്പോൾ പിന്നെ 6 മുന്നേ നമ്മൾ ഈ പറഞ്ഞ ഡേറ്റിൽ ആ പീരീഡിലുള്ള ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഈ റേറ്റ് കിട്ടുക. അത് കേരളത്തിലെ എയർപോർട്ടിലോട്ട് വരുന്നവർക്ക് ആർക്കും നോക്കി അങ്ങനെ ഓടിപ്പോവേ വേണ്ട. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ അവിടെ നിന്ന് UAE നിൽക്കുന്നവർക്ക് മറ്റ് GCC കൺട്രീസിലോട്ടൊക്കെ മസ്കറ്റിലോ കുവൈറ്റിലോ ബഹ്റൈനിലോ അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നവർക്കാണ് ആ റേറ്റ് കിട്ടുക. അത് എല്ലാ ഡേറ്റിലും അവൈലബിൾ അല്ല. അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോളൂ. പ്രത്യേകിച്ചും എയർ അറേബ്യയാണ്. നിങ്ങൾ ഓൺലൈൻ വഴി എടുക്കുന്നവർ വളരെ കെയർഫുള്ളായിട്ട് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷൻ്റെയും ഓരോ ലെറ്ററും വളരെ കെയർഫുള്ളായിട്ട് കൊടുക്കുക. ഒരു റുപ്യ പോലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് ഇല്ല, നോൺ റീഫണ്ടബിൾ ടിക്കറ്റാണ്. അപ്പോൾ അതൊക്കെ അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. അല്ലാതെ എയർ അറേബ്യ വെറുതെ തള്ളിയൊന്നുമല്ല, ഇത് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ കേരളത്തിലെ എയർപോർട്ടിലോട്ട് വരാൻ ഈ പീക്ക് സീസണിൽ 149 ദിർഹംസിന് ടിക്കറ്റ് കിട്ടൂല എന്നുള്ളത് അത് നമ്മൾ പതുക്കെ പറയേണ്ട കാര്യമല്ലല്ലോ. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത്ര കേസേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റ് അപ്ഡേറ്റുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.